മലയാളിയുടെ സമ്പൂർണ്ണ യൂട്യൂബ് ടെക് ചാനൽ 2016 മുതൽ അത് സൂപ്പറായിട്ട് ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അജിത്ത്. എന്താണ് മുത്തിൻ്റെ ആഗ്രഹം? നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. നമ്മുടെ പോഡ്കാസ്റ്റ് ഇന്നലെ ഏറിയത് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലബ് എഫ് എമ്മിൽ നിന്ന് മാഹിൻ മച്ചാൻ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പോഡ്കാസ്റ്റ് ഇറങ്ങിയതിൻ്റെ അടുത്ത ദിവസം, അതായത് ഇന്ന് ക്ലബ് എഫ് എമ്മിൽ നമ്മുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് റേഡിയോയിലൊരു ലൈവ് ഇൻ്റർവ്യൂ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വ്ളോഗ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ട്രിവാൻഡ്രം ഏരിയയിലാണ് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആർക്കും തന്നെ കേൾക്കാൻ സാധിക്കില്ല, അതുപോലെ എനിക്കും കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ മാഹിൻ മച്ചാനോട് അതിൻ്റെ ഒരു കോപ്പി റെക്കോർഡ് ചെയ്ത് നമുക്ക് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ക്യാമറയൊക്കെ വെച്ചു റെഡിയായി. ഇപ്പൊ സമയം 10:54. ഇനി നമുക്ക് 6 മിനിറ്റ് കൂടെ ഉള്ളൂ ലൈവ് പോകാനായിട്ട്. കൃത്യം 11 മണിക്ക് വിളിക്കത്തില്ലായിരിക്കും. എന്തായാലും 11 മണിക്ക് റെഡി ആയിരുന്നോളാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. സോ ഞാനിവിടെ ഹെഡ്ഫോൺ ഒക്കെ സെറ്റാക്കി ക്യാമറ ഒക്കെ ഓൺ ചെയ്തിരിക്കുകയാണ്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ കോൾ വന്നിട്ടുണ്ട്, നമുക്ക് അറ്റൻഡ് ചെയ്യാം. പോഡ്കാസ്റ്റുകളുടെ കാലമാണ് ഇത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് FM 94.3. ഞാൻ മാഹീൻ മച്ചാൻ. അപ്പോൾ എന്തായാലും മലയാളത്തിലെ ആദ്യത്തെ ടെക്നോളജി പോഡ്കാസ്റ്റ്, അതും ഒരു വ്യക്തി തുടങ്ങിയിരിക്കുകയാണ്. ആ വ്യക്തിയെ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കര പാവമായിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ഒരു വ്ളോഗറാണ്, ആള് പുലിയാണ്. അദ്ദേഹത്തിൻ്റെ ചാനല് നോക്കുമ്പോൾ ഭയങ്കര വൃത്തിയാണ്. ആക്ച്വലി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴൊക്കെ നമ്മളെ റൂം നമ്മൾ നോക്കുമ്പോൾ അലങ്കോലമായിട്ട് കിടക്കണേ നമുക്കൊരു ഒരു വല്ലാത്തൊരു ഉളപ്പിക്കസിയ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ, നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു പറയുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് പോയാലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചാനൽ നോക്കിയാലും ഭയങ്കര വൃത്തിയാണ്, ഭയങ്കര രസമാണ്, അത് കണ്ടിരിക്കാൻ തോന്നും. അത്രമാത്രം ഒരു HD ക്വാളിറ്റി, അൾട്രാ HD ക്വാളിറ്റി എന്നൊക്കെ വേണമെങ്കിൽ എടുത്തു പറയാം. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് അജിത് നാരായണനെ പറ്റിയിട്ടാണ്. മലയാളം ടെക് ചാനലിന്റെ ഫൗണ്ടറും അതുപോലെ തന്നെ ഇപ്പൊ മലയാളം ടെക്നോളജി പോഡ്കാസ്റ്റ്, അതും കേരളത്തിലെ തന്നെ ആദ്യത്തെ മലയാളം പോഡ്കാസ്റ്റിന്റെ ഹോസ്റ്റുമായിട്ടുള്ള അജിത് നാരായണനാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം മച്ചാനെ. നമസ്കാരം, താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ്. ഓക്കെ, എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. ഈ മലയാളം ടെക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ആക്ച്വലി 2016 നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ചാനലാണ്. എന്റെ പൊന്നെ, അന്ന് എന്തെങ്കിലും വീഡിയോ ഇട്ട് തുടങ്ങിയായിരുന്നോ ചാനൽ? അതെ, അന്ന് തൊട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മന്ത്ലി വീഡിയോസ് ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. ഓക്കെ, അപ്പം ആദ്യം ക്വാളിറ്റി എന്നുള്ളൊരു സംഭവമായിരുന്നു എന്റെ മെയിൻ പ്രയോറിറ്റി. അങ്ങനെ തുടങ്ങിയൊരു ചാനലാണ്. അതാണ് വേണ്ടത് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് അല്ല അന്നേ? അതെ, അതായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം. ഓക്കെ, അത് ഇപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും. ആകെപ്പാടെ ക്വാളിറ്റി ഇല്ലാത്തത് വീഡിയോ ഇറക്കാൻ മടി കാണിക്കുന്നത്. വീഡിയോ ഇറക്കാൻ മടിയെന്നല്ല, ആക്ച്വലി നമ്മുടെ വീഡിയോസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എക്സ്പ്ലെയിനർ വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ടാണ്. പക്ഷെ അതിന്റെ പ്രൊഡക്ഷൻ ടൈം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത്രയും സമയം എഫേർട്ട് ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോയുടെ എണ്ണം വളരെ കുറയും. അപ്പോൾ ആൾക്കാരിലേക്ക് എത്താനുള്ളൊരു താമസം, അപ്പോൾ ആൾക്കാർ മടിയനാണ്, അങ്ങനെയൊക്കെ പൊതുവെ പറയപ്പെടുന്നുണ്ട്. ശരി, ഇപ്പൊ മലയാളം ടെക്കിൽ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്ന ചാനൽ വന്നു കഴിഞ്ഞാൽ കൂടുതലും കാണാൻ പറ്റുന്ന എന്തായിരിക്കും? ഇപ്പൊ എനിക്കറിയാം, അറിഞ്ഞൂടാത്തവർക്ക് പറഞ്ഞുകൊടുക്കും. ഓക്കെ, നമ്മൾ ടെക്നോളജി വീഡിയോസ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതിൽ പ്രോഡക്റ്റ് റിവ്യൂസ് ഉണ്ട്, പുതിയ ന്യൂസ് അപ്ഡേറ്റ്സുകളൊക്കെ നൽകാറുണ്ട്. മെയിനായിട്ട് എക്സ്പ്ലെയിനേഴ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ചാനൽ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് നമ്മൾ പോഡ്കാസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ഇടയ്ക്ക് അതെ, വല്ലപ്പോഴും തോന്നിയാൽ. അതെ. ഓക്കെ, എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന വീഡിയോസ് ആണ് ചെയ്യുന്നത്. അപ്പം അതിൽ എന്തെങ്കിലും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അതും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് വീഡിയോസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ ക്വാളിറ്റി എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ചാനൽ കാണുമ്പോഴും ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്? ഒറ്റയ്ക്കാണോ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്, അതോ കൂടെ ഒരു ടീമുണ്ടോ? എങ്ങനെയാണ് അജിത്ത്? ആക്ച്വലി തുടങ്ങിയ അവിടെ തൊട്ട് കുറെ നാളെ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു പരിപാടികളെല്ലാം. പക്ഷെ ഇപ്പോൾ റീസെന്റ് നമ്മളൊരു ടീം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു എഡിറ്റർ ഉണ്ട്, കണ്ടന്റ് റൈറ്റ് ചെയ്യാൻ ആളുണ്ട്, പിന്നെ നമ്മുടെ ഡിസൈനിങ്ങിനും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊരു ആളുണ്ട്. അപ്പം ഞങ്ങൾ 3 കൂടെയാണ്. അപ്പം ഡിസൈനിങ്ങും എല്ലാം ഇപ്പം ഹാൻഡിൽ ചെയ്യുന്നത് എൻ്റെ കൂടെ പോഡ്കാസ്റ്റിൽ കോ ഹോസ്റ്റ് ഉണ്ടായിരുന്ന എഡ്വിനാണ്. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ടീം എഫേർട്ടാണ് ഇപ്പം. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതായത് പ്രൊഡക്ഷൻ ടൈം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വീഡിയോസ് ഇറക്കാനായിട്ടുള്ളൊരു താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ഒരു പരിധി വരെ ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അജിത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് കോട്ടയമാണ്. എന്താണ് ജീവിതത്തിൽ വേറെ ജോലി വല്ലതും ചെയ്യുന്നുണ്ടോ, യൂട്യൂബ് ചാനൽ മാത്രമായിട്ട് മുന്നോട്ട് പോവാണോ? ഇത് തന്നെയാണ് ഇപ്പോഴത്തെ മെയിൻ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇതുകൂടാതെ നമ്മൾ സൈഡായിട്ട് ചെറിയ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ശരി, ഇനി പോഡ്കാസ്റ്റിനെ പറ്റി നമുക്ക് സംസാരിക്കാം. മലയാളത്തിലെ ആദ്യത്തെ ടെക്നോളജി
ടെക്നോളജി പോഡ്കാസ്റ്റ് അല്ലെ? അങ്ങനെ എടുത്തു പറയാൻ പറ്റത്തില്ല, കാരണം ടെക്നോളജിയിൽ ഓൾറെഡി മറ്റ് പോഡ്കാസ്റ്റുകൾ വന്നിട്ടുണ്ട്, പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് എപ്പിസോഡ്സ് വന്നിട്ടില്ല എന്ന് മാത്രമേ. എന്ന് വെച്ചാൽ ട്രൈ ചെയ്തവരൊക്കെ ഒരു 3-4 എപ്പിസോഡ് ട്രൈ ചെയ്തിട്ട് അത് ഡ്രോപ്പ് ചെയ്ത് പോയ പോലെയാണ് കണ്ടേക്കുന്നത്. അപ്പം നമ്മൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് വ്യക്തമായിട്ട് മലയാളത്തിൽ ടെക്നോളജി ഫീൽഡിൽ നടക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കാഷ്വലായിട്ട് സംസാരിച്ച് ഷെയർ ചെയ്യുന്ന രീതിയിലൊരു പ്ലാനാണ് കറന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, പോഡ്കാസ്റ്റിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പഠിച്ചിട്ടാണോ സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയാണ് ആക്ച്വലി ഇതിന് വേണ്ടിയിട്ട് ഒരു റിസർച്ച് തന്നെ നടത്തിയോ? പോഡ്കാസ്റ്റ് ചെയ്യാൻ അത്യാവശ്യം ചെയ്യാൻ എങ്ങനെയാണ് എന്നൊക്കെ നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ചെയ്തപ്പോഴാണേലും പ്രൊഡക്ഷൻ എൻഡിൽ കുറച്ച് ഹാർഡ്വെയർ റിലേറ്റഡ് പ്രശ്നങ്ങളൊക്കെ കാരണം 1-2 പ്രാവശ്യം നമുക്ക് റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്തു. ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിരിക്കുന്നത് MKVSTയുടെ വേവ് ഫോം എന്ന് പറയുന്ന പോഡ്കാസ്റ്റ് ആണ്. ഒരു ഇന്റർനാഷണൽ ടെക്നോളജി പോഡ്കാസ്റ്റ് സീരീസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ മലയാളത്തിൽ അതുപോലെ ഒരു ക്വാളിറ്റി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ശരി, ഇനി ഇതിൽ ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുമോ? കോ ഹോസ്റ്റും ഹോസ്റ്റും കൂടെ ഗസ്റ്റിനെയൊക്കെ കൊണ്ടുവരുമോ? എങ്ങനെയാണ്? തീർച്ചയായും. ഇപ്പം കറന്റ് പ്ലാൻ ചെയ്തേക്കുന്നത് ന്യൂസ് എപ്പിസോഡുകൾ ഞാനും എഡ്വിനും ഹോസ്റ്റ് ചെയ്ത് പോവും, അല്ലാതെ ഗസ്റ്റിൻ്റെ എപ്പിസോഡ് ഞാനും ആ ഒരു ഗസ്റ്റും മാത്രമായിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പോൾ കറന്റ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ശരി, അപ്പോൾ ഇനി ഭാവിയിൽ സൂപ്പറായിട്ട് വരട്ടെ. എന്തായാലും എടുത്തു പറയേണ്ടത്, ഇപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് റിലീസായിട്ടുണ്ട്. മലയാളം ടെക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം ടെക് പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, കേൾക്കാനാണെങ്കിലും പറ്റുമല്ലോ അല്ലേ? അതെ അതെ അതെ, അത് നമ്മൾ സ്പോട്ടിഫൈയിലും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ടോക്ക് തന്നെ ആയിരിക്കും അതോ എങ്ങനെയാണ്? അങ്ങനെ സീരിയസ് ആയിട്ടെന്ന് പറയുന്നില്ല. നമ്മൾ ഇപ്പോൾ ടെക്നോളജി ഫീൽഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര അഡ്വാൻസ്മെൻ്റ് ആണ് ഡെയിലി നടക്കുന്നത്. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസം ഉണരുമ്പോഴും പുതിയ പുതിയ വാർത്തകളും വിശേഷങ്ങളും എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും ഇതെല്ലാം ഇരിക്കണം എന്നില്ല. എന്ന് വെച്ചാൽ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഇതിൽ മിക്കപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഞങ്ങളുടെ സംസാരത്തിൽ നിന്നും കാര്യത്തിൽ നിന്നൊക്കെ ആൾക്കാർക്ക് ഏകദേശം നല്ലൊരു ഐഡിയ കിട്ടും എന്താണ് ഫീൽഡിൽ സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ, ഇപ്പോൾ ഞാൻ അജിത്തെ എപ്പോഴും FM-ലൂടെ അതായത് ടെക്നോളജി അപ്ഡേറ്റ് ഒക്കെ പറയാറുണ്ട്. അതായത് കൂടുതലും ഞാൻ വാട്സപ്പിൽ പുതുതായിട്ട് വരുന്ന അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന അപ്ഡേറ്റുകൾ ഇതെല്ലാം നമുക്ക് അതിൽ കേൾക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. എല്ലാവിധ വാർത്തകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ എണ്ണം വെച്ചാണ്. ഇപ്പോൾ മന്ത്ലി ആണ് എപ്പിസോഡ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കണ്ടന്റ് ലിമിറ്റ് ചെയ്യും. അല്ല, നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇനി വരാനാണ് പ്ലാനെങ്കിൽ അതിനനുസരിച്ച് കണ്ടന്റുകൾ കൂടിയും വരും. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അജിത്ത്. ഇനി ആവശ്യമില്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ മലയാളത്തിലെ ആദ്യ ടെക് പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അജിത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ചിലർ 3 എപ്പിസോഡ് 2 എപ്പിസോഡ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് ചെയ്യരുത്, അങ്ങനെയൊന്നും ഇല്ല, ഒരിക്കലും ഇല്ല. ഞങ്ങൾ പ്ലാൻഡ് ആയിട്ടാണ് ഈ പരിപാടി തുടങ്ങിയേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല വാർത്തകളും വിശേഷങ്ങളും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഈ സ്റ്റുഡിയോ ഒക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന വീട്ടിൽ തന്നെയാണ്? അതെ, വീട്ടിൽ ചെറിയൊരു ഔട്ട് ഹൗസ് സെറ്റപ്പാണ്, പുറത്തായിട്ട് അവിടെയാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതെല്ലാം യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ നിന്നാണ് ഒരു സ്റ്റുഡിയോ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നേടിയിട്ടുള്ളതും അല്ലേ അജിത്തെ? അതെ. ഓക്കെ, അതായത് സ്റ്റുഡിയോ കാണാൻ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ പറഞ്ഞാൽ അതേപടി കേൾക്കുന്ന സ്റ്റുഡിയോ ആണ്. അതായത് കൈവച്ചിട്ട് ഒന്ന് സ്വിച്ച് ഇടാനൊന്നും നിൽക്കേണ്ട അല്ലേ? എസ്പെഷ്യലി വീഡിയോ എടുക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല യൂസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ടേൺ ഓൺ ഓൾ ലൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോയുടെ വേണ്ട സെറ്റപ്പിലേക്ക് ലൈറ്റ്സ് ഓൺ ആവും. അങ്ങനെ കുറച്ച് ഓട്ടോമേഷൻ പരിപാടികളും ചെയ്തിട്ടുണ്ട് ഇവിടെ. സൂപ്പർ, അതൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മലയാളം ടെക് ചാനലിൽ ചെന്നാൽ അതേ വിശദമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നലെ നമ്മുടെ പോഡ്കാസ്റ്റ് റിലീസായിരിക്കുകയാണ്. അപ്പോൾ അത് കേൾക്കാൻ ആഗ്രഹമുള്ളവർ സ്പോട്ടിഫൈയിൽ പോവുക, കാണാൻ ആഗ്രഹമുള്ളവർ മലയാളം ടെക് ചാനലിൽ ചെന്നാൽ മതി. ഇനി നെക്സ്റ്റ് എപ്പിസോഡ് ഈ ഒരു ഫ്ലോയിൽ പോയിട്ട് അടുത്ത മന്തിൽ അല്ലെങ്കിൽ ഈ ഒരു മന്തിൽ തന്നെ കാണുമായിരിക്കും അല്ലേ? അതെ, ഈ ഒരു മന്തിൽ ഉണ്ടാവും. ഞങ്ങൾക്കിപ്പോൾ നല്ല റെസ്പോൺസ് ആണ് തിരിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ ഒരുപാട് റെക്കമെൻഡേഷൻസും സജഷൻസ് ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്ത് ഇനിയും ബെറ്റർ ആയിട്ടുള്ള എപ്പിസോഡ്സ് എയർ ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. എന്താണ് മുത്തിൻ്റെ ആഗ്രഹം എന്നാണ് ഞാൻ ഇനി നെക്സ്റ്റ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ലെവൽ ആഗ്രഹം എന്താണ് ആക്ച്വലി? നെക്സ്റ്റ് ലെവൽ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഈ ഒരു വർക്ക് എൻവയോൺമെൻറ്റ് കുറേ കൂടെ ഒരു പ്രൊഫഷണൽ രീതിയിൽ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്നുവെച്ചാൽ പ്രൊഡക്ഷൻ ഈസി ആകുന്ന രീതിയിൽ നമ്മളിപ്പോൾ അതാണ് മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ വീഡിയോസ് എളുപ്പം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെയും ഒരു പ്രൊഫഷണൽ രീതിയിൽ ഫാസ്റ്റായിട്ട് നമുക്ക് അപ്ഡേറ്റ്സ് വേഗം ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഓക്കെ, യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ എന്താണ് ജീവിതത്തിൽ നേടിയ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്? ഇത് ആക്ച്വലി ഒരു പാഷൻ്റെ പുറത്താണ് തുടങ്ങിയത്. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ 2010 യൂട്യൂബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയ ആളാണ്. അത് പക്ഷേ വേറെ കുറച്ച് ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും ട്യൂട്ടോറിയൽസും ഒക്കെയാണ് അന്ന് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് മലയാളത്തിൽ അങ്ങനെ അധികം യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തു നിന്ന് നമ്മൾ തുടങ്ങി വെച്ചൊരു പരിപാടിയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വന്നപ്പോഴത്തേക്ക് ഒരുപാട് അഡ്വാൻസ്മെൻറ്റ് വന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗേഴ്സാണ് എല്ലായിടത്തും.
നമ്മുടെ ആ ഒരു ഫീൽഡിനെ അന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മൾ ജസ്റ്റ് വ്ലോഗറാണെന്ന് പറയുമ്പോഴേ ആൾക്കാർക്ക് ഒരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ എന്തായാലും ഇതിൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഓക്കെ, എന്തായാലും മലയാളികളുടെ അല്ലെങ്കിൽ മലയാളിയുടെ സമ്പൂർണ്ണ യൂട്യൂബ് ടെക് ചാനൽ ഉടമയാണ് അജിത് നാരായണൻ. നമ്മൾ ക്യാപ്ഷൻ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഉടമയാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചത്. ക്വാളിറ്റി ടെക് വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ 2016 മുതൽ അത് സൂപ്പറായിട്ട് ചെയ്തു വരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അജിത്ത്. എന്തായാലും അജിത് മച്ചാനെ എല്ലാവിധ ആശംസകളും. പോഡ്കാസ്റ്റ് നിരന്തരമായിട്ട് ഞാൻ ഇന്നലത്തെ പോഡ്കാസ്റ്റ് കണ്ടായിരുന്നു. അതിൽ നമ്മുടെ എയെ പറ്റി പറയുന്നുണ്ടായിരുന്നു, പിന്നെ പ്രമുഖ മൊബൈലിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. പല പല ടോപ്പിക്സ് വന്ന് പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ഈ പോഡ്കാസ്റ്റ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അജിത്ത്. തീർച്ചയായിട്ടും. ശരി, താങ്ക് യു മച്ചാന. താങ്ക് യു വെരി മച്ച് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ശരി അല്ലേ. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. എന്തായാലും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കറക്റ്റ് ലൈവായിട്ടല്ല പോകുന്നത്, നമ്മൾ സംസാരിച്ചു. അതിനി ചെറിയൊരു എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും പെട്ടെന്ന് എയർ ചെയ്യുന്നത്. അതായത് 11:15 എയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 11:12 ആയിട്ടുണ്ട് സമയം. അപ്പോൾ അവരെന്ത് പെട്ടെന്നായിരിക്കും അല്ലേ പ്രൊഡക്ഷനൊക്കെ വർക്ക് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല, തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് മാത്രമേ കേൾക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു വേർഷൻ നമുക്ക് ലഭിക്കും. അപ്പോൾ അത് ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോടൊപ്പം ലൈവായിട്ട് കേട്ടത്. അതായത് ഞാൻ സംസാരിക്കുന്നതിനൊപ്പം കൂടെ ഉണ്ടായിരുന്ന സൗണ്ട് മാഹിൻ മച്ചാൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് റെക്കോർഡ് ചെയ്തതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ പോഡ്കാസ്റ്റിനെ കുറിച്ച് നല്ലപോലെ തള്ളിമറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ നല്ല എഫേർട്ട് ഇടുന്നുണ്ട് ഇങ്ങനത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.